വെനസ്വേലയ്ക്ക് പിന്നാലെ ലോകത്തെ ഞെട്ടിക്കാൻ അമേരിക്കയുടെ അടുത്ത നീക്കം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ തടവിലാക്കിയതിന് തൊട്ടു പിന്നാലെ ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് ആർട്ടിക് സമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ദ്വീപായ ഗ്രീൻലാൻഡിനെയാണ്. വെറും വാക്കല്ല, ട്രംപിന്റെ വിശ്വസ്തർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സൂൺ അഥവാ ഉടൻ എന്ന ഒറ്റ വാക്കിലുള്ള പോസ്റ്റ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ ഡെൻമാർക്ക് ഇപ്പോൾ പരസ്യമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിനെ ഭീഷണിപ്പെടുത്തുന്നത് അമേരിക്ക നിർത്തണമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ കർശനമായി മുന്നറിയിപ്പ് നൽകി. ഡെൻമാർക്കിന്റെ ഭാഗമായ ഒരു പ്രദേശത്തെ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നും ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ലെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. ദേശീയ സുരക്ഷയുടെ ഭാഗമായി ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് ആവശ്യമാണെന്ന് എയർഫോഴ്സ് വണ്ണിൽ വെച്ച് ട്രംപ് ആവർത്തിച്ചു. റഷ്യൻ ചൈനീസ് കപ്പലുകൾ ഗ്രീൻലാൻഡിന് ചുറ്റുമുണ്ടെന്നും അത് തടയാൻ അമേരിക്കൻ സാന്നിധ്യം അവിടെ അത്യാവശ്യമാണെന്നുമാണ് ട്രംപിന്റെ വാദം. യഥാർത്ഥത്തിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ തർക്കമല്ല. 2019 തന്നെ ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള താല്പര്യം ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു. അന്ന് അതൊരു തമാശയായി ലോകം തള്ളിക്കളഞ്ഞെങ്കിലും ഇത്തവണ കാര്യങ്ങൾ ഗൗരവകരമാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കാൻ മാത്രമായി ജെഫ് ലാൻഡ്രിയെ പ്രത്യേക ദൂതനായി ട്രംപ് നിയമിച്ചിരുന്നു. അപ്പോഴാണ് ആളുകൾ മനസ്സിലായത് ട്രംപ് തമാശ പറയുകയല്ല എന്നുള്ളത്. ഹൈടെക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അപൂർവ ധാതുക്കളുടെ വൻ ശേഖരം ഗ്രീൻലാൻഡിലുണ്ട് എന്നതും അമേരിക്കയുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്നുണ്ട്. വെനസ്വേലയിൽ നടന്ന ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് ആണ് ഈ ആശങ്കകൾക്കൊക്കെ ആക്കം കൂട്ടുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും സ്വന്തം കൊട്ടാരത്തിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിടികൂടി ന്യൂയോർക്കിലെ ജയിലിൽ അടച്ചു കഴിഞ്ഞു. മയക്കുമരുന്ന് കടത്തും ഭീകരവാദവും ആരോപിച്ചായിരുന്നു ഈ നീക്കം. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ അടുത്ത നോട്ടം ഗ്രീൻലാൻഡിലേക്ക് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. സ്റ്റീഫൻ മില്ലറുടെ ഭാര്യ കാറ്റി മില്ലർ ഗ്രീൻലാൻഡിന്റെ ഭൂപടത്തിൽ അമേരിക്കൻ പതാകയുടെ നിറങ്ങൾ നൽകി സൂൺ എന്ന പോസ്റ്റ് ചെയ്തത് ഇതിന്റെ വ്യക്തമായ സൂചനയായി അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നു. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നിൽസൺ പ്രതികരിച്ചു. അയൽ രാജ്യങ്ങളെയും സഖ്യകക്ഷികളെയും ബഹുമാനിക്കാത്ത അമേരിക്കൻ നയം ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. വെനസ്വേലയ്ക്ക് പിന്നാലെ മറ്റൊരു യുദ്ധത്തിനാണോ അതോ ബലപ്രയോഗത്തിലൂടെയുള്ള ഒരു കൂട്ടിച്ചേർക്കലിനാണോ ട്രംപ് ഒരുങ്ങുന്നത് എന്നറിയില്ല. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ആർട്ടിക് സമുദ്രത്തിലേക്കാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.